നമസ്കാരം. ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന കണ്ടുപിടുത്തങ്ങളുടെ സ്ഥിരതട്ടകമായ ചൈന വീണ്ടും ഒരു അതിശയകര പരീക്ഷണം നടത്തിയിരിക്കുകയാണ്. പുനരുപയോഗ ഊർജ സ്രോതസ്സായ കാറ്റിൽ നിന്നും ഊർജ ഉൽപാദനം സാധ്യമാക്കാനായി വ്യത്യസ്തമായൊരു ആശയം പ്രവൃത്തിപഥത്തിലെത്തിച്ചാണ് ഇതിലൂടെ ചൈന ആഗോള ശ്രദ്ധ നേടുന്നത്. സാധാരണയായി കാറ്റ് സുലഭമായ പ്രദേശങ്ങളിലും കടൽ തീരങ്ങളിലുമാണ് കാറ്റാടികൾ സ്ഥാപിക്കപ്പെടുന്നതെങ്കിൽ ചൈന തങ്ങളുടെ പുതുപരീക്ഷണത്തിലൂടെ ആകാശത്തിലൂടെ പറക്കുന്ന കാറ്റാടി യന്ത്രമാണ് വിക്ഷേപിച്ചിരിക്കുന്നത്. ചൈനയിലെ ഗോബി മരുഭൂമിയിൽ നിന്നും വിക്ഷേപിക്കപ്പെട്ട ഈ കാറ്റാടി ടർബൈന് 1500 മീറ്റർ ഉയരത്തിൽ പറന്ന് കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാകും. ഇതിലൂടെ ലോകത്തിലെ ആദ്യ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഫ്ലോട്ടിംഗ് വിൻഡ് ടർബൈൻ പരീക്ഷണമാണ് ചൈന വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നത്. ഭൂമിയിലെ കാറ്റ് ലഭ്യത സ്ഥിരമല്ല. കാരണം കാറ്റ് പലപ്പോഴും മാറി മാറിയാകും വീശുക. എന്നാൽ 1500 മീറ്റർ ഉയരത്തിൽ ആകാശത്ത് കാറ്റ് വളരെ ശക്തവും സ്ഥിരവുമാണ്. പ്രത്യേകിച്ച് 1000 മുതൽ 2000 മീറ്റർ വരെയുള്ള ഭാഗത്തെ കാറ്റ് വളരെ ശക്തവും സ്ഥിരവുമായിരിക്കും. അവിടെ നിന്ന് ലഭിക്കുന്ന ഊർജം ഇരട്ടിയിലധികവുമാകും. അതിനാൽ തന്നെ അവിടെ നിന്നുമുള്ള കാറ്റ് പ്രയോജനപ്പെടുത്താനായാൽ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്ന കാറ്റാടി ടർബൈനുകളെക്കാൾ കൂടുതൽ വൈദ്യുതി ഉൽപാദനം സാധ്യമാകും. ചൈന ആകാശത്തേക്ക് വിക്ഷേപിച്ചിരിക്കുന്ന കാറ്റാടി ടർബൈൻ ഒരു വലിയ എയർഷിപ്പ് അഥവാ പറക്കും ബലൂൺ രൂപത്തിലുള്ളതാണ്. S-1500 എന്ന് പേരിട്ടിരിക്കുന്ന ഈ പ്രത്യേക പറക്കും കാറ്റാടി യന്ത്രം ലിനിയുൻജുവാൻ എനർജി ടെക്നോളജി എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് വികസിപ്പിച്ചത്. S-1500 ഒരു ഹൈബ്രിഡ് ഡിസൈൻ ആണ്. ഭാഗികമായി ഒരു എയർഷിപ്പും ഭാഗികമായി ഒരു ഡക്റ്റഡ് ടർബൈനുമാണിത്. 60 മീറ്റർ നീളവും 40 മീറ്റർ വീതിയുമുള്ള ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഫ്ലോട്ടിംഗ് വിൻഡ് ടർബൈൻ വെറുമൊരു കാറ്റാടി യന്ത്രത്തെക്കാൾ ഒരു ചെറിയ ബ്ലിംബ് പോലെയാണ് കാണപ്പെടുന്നത്. ഈ കാറ്റാടി യന്ത്രത്തിന്റെ ഉള്ളിൽ ഒരു അടച്ചിട്ട വായു ചാനൽ സംവിധാനം അഥവാ ഡക്റ്റ് സിസ്റ്റം സജ്ജീകരിച്ചിട്ടുണ്ട്. ആകാശത്തിലൂടെയുള്ള ശക്തമായ കാറ്റ് ഈ ആന്തരിക ഡക്റ്റ് സിസ്റ്റത്തിലൂടെയാണ് കടന്നുപോകുന്നത്. അപ്പോൾ അതിനകത്ത് ഘടിപ്പിച്ചിരിക്കുന്ന 12 കോമ്പാക്ട് ജനറേറ്ററുകൾ പ്രവർത്തിച്ചു തുടങ്ങും. ഓരോ കോമ്പാക്ട് ജനറേറ്ററും 100 കിലോവാട്ട് വീതം ശേഷിയുള്ളവയാണ്. അങ്ങനെ മൊത്തം കോമ്പാക്ട് ജനറേറ്ററുകളുടെ ആകെയുള്ള ശേഷി ഏകദേശം 1200 കിലോവാട്ട് അഥവാ 1.2 മെഗാവാട്ടാണ്. ഇത്തരത്തിൽ ജനറേറ്ററുകൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ടെതർ ചെയ്ത കേബിളുകൾ വഴി ഭൂമിയിലേക്കാണ് അയക്കുന്നത്. താഴെയുള്ള ഗ്രൗണ്ട് സ്റ്റേഷനിൽ ആ വൈദ്യുതി ശേഖരിക്കുകയും പവർ ഗ്രിഡിലേക്ക് ചേർക്കുകയും ചെയ്യുന്നു. ലിൻജിയുവാൻ എനർജി ടെക്നോളജി കമ്പനി പറയും പ്രകാരം S-1500 വർഷത്തിൽ ഏകദേശം 60 ലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാകും. അതായത് ഏകദേശം 6000 വീടുകൾക്ക് വൈദ്യുതി നൽകാനുള്ള ശേഷി ഈ ടർബൈനുണ്ട്. കാർബൺ ബഹിർഗമനം കുറഞ്ഞ ഊർജ ഉൽപാദനത്തിലേക്ക് ലോകരാജ്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഈ വേളയിൽ ചൈനയുടെ ഈ നിശബ്ദ നീക്കം ശ്രദ്ധേയമായി മാറുന്നു. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഓഫ്ഷോർ കാറ്റാടികൾ, ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമുകൾ എന്നിവയിൽ യൂറോപ്പ് വൻതോതിൽ നിക്ഷേപം നടത്തി വരികയാണ്. അത്തരത്തിലുള്ള ഊർജ സംവിധാനങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി വൻതോതിൽ ഊർജ ഉൽപാദനം ലക്ഷ്യമിട്ടുള്ള ചൈനയുടെ S-1500 ധാരാളം സാധ്യതകളാണ് ലോകത്തിനു മുന്നിൽ തുറന്നിടുന്നത്. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 19-നും 21-നും ഇടയിലാണ് ചൈന S-1500 പരീക്ഷിച്ചത്. ഭൂവിനിയോഗം, ശബ്ദം, പാരിസ്ഥിതിക തടസ്സം എന്നിവ കാരണം പലരും മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു മേഖലയാണ് കരയധിഷ്ഠിത കാറ്റാടിപ്പാടങ്ങൾ. അതേസമയം വർദ്ധിച്ച ഊർജോൽപാദനം വാഗ്ദാനം ചെയ്യുന്ന ആകാശ കാറ്റാടി യന്ത്രത്തിന് മറ്റ് ധാരാളം ഗുണഗണങ്ങളുമുണ്ട്. അതിൽ പ്രധാനം കരയിൽ സ്ഥാപിക്കപ്പെടുന്ന വലിയ കാറ്റാടി ടവറിന് ആവശ്യമായ സ്ഥലം പറക്കുന്ന കാറ്റാടി യന്ത്രത്തിന് വേണ്ട എന്നതാണ്. അതിനാൽ തന്നെ അവ നഗരങ്ങളിലേക്കും മലമുകളിലേക്കും അടക്കം വൈദ്യുതി ഉൽപാദനത്തിനായി വിനിയോഗപ്പെടുത്താനാകും. ഇക്കാലം അത്രയും ആകാശത്തേക്ക് വിക്ഷേപിക്കപ്പെടുന്ന കാറ്റാടി യന്ത്രങ്ങൾ എന്നത് വെറുമൊരു സങ്കല്പം മാത്രമായിരുന്നു. കരയിൽ സ്ഥാപിക്കപ്പെടുന്ന ടർബൈനുകൾ വളരെ ചെലവേറിയതും ഘടനാപരമായി അസ്ഥിരവുമാണ്. അവിടെയാണ് വായുവിലൂടെയുള്ള കാറ്റ് ഊർജ സംവിധാനങ്ങൾ അഥവാ AWES ഏറെ പ്രസക്തമാകുന്നത്. സാധാരണ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിക്കുന്നതിന് വലിയ ടവർ ആവശ്യമാണ്. മാത്രവുമല്ല കോൺക്രീറ്റ് അടിത്തറയും അനിവാര്യമാണ്. എന്നാൽ ആകാശ കാറ്റാടി യന്ത്രങ്ങൾക്ക് ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ ആവശ്യമില്ല. S-1500 എന്ന ചൈനീസ് പറക്കും കാറ്റാടി യന്ത്രത്തിന്റെ മറ്റൊരു പ്രധാന സവിശേഷത കരയിൽ സ്ഥാപിക്കപ്പെടുന്ന ഫിക്സഡ് ടർബൈനുകളിൽ നിന്ന് വ്യത്യസ്തമായി അത് വിന്യസിച്ചിരിക്കുന്ന ഇടത്തു നിന്നും മറ്റൊരിടത്തേക്ക്
സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കാനാകും. അതിനാൽ തന്നെ അടിയന്തര ഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് ദുരന്ത മേഖലകളിലും ദുർഘട പ്രദേശങ്ങളിലുമെല്ലാം വൈദ്യുതി എത്തിക്കാൻ ഈ ഊർജ്ജ ഉൽപാദന സംവിധാനം സജ്ജീകരിക്കാനാകും. കാർബൺ മലിനീകരണം ഇല്ലാതെ നിശബ്ദവും ശുദ്ധവുമായ ഊർജ്ജം ലഭ്യമാകുമെന്നത് ഇത്തരത്തിലുള്ള പറക്കും കാറ്റാടി യന്ത്രങ്ങളുടെ പ്രധാന സവിശേഷതയാണ്. കാറ്റാടി യന്ത്രങ്ങൾക്കായുള്ള ചെലവിന്റെ പ്രധാന പങ്കും ആവശ്യമായി വരുന്നത് മെറ്റീരിയലുകൾക്കായാണ്. സ്റ്റീൽ ടവറുകളുടെയും ആഴത്തിലുള്ള കോൺക്രീറ്റ് അടിത്തറകളുടെയും ആവശ്യകത ഒഴിവാക്കിക്കൊണ്ട് പറക്കും കാറ്റാടി യന്ത്രത്തിന് കരയധിഷ്ഠിത ടർബൈനുകളെ അപേക്ഷിച്ച് മെറ്റീരിയൽ ഉപയോഗം 40% വരെ കുറയ്ക്കാനാകുമെന്നാണ് ലിനി യുൻചുവാൻ കമ്പനി ചൂണ്ടിക്കാണിക്കുന്നത്. ടവർ ഇല്ലാതാക്കുന്നതിലൂടെ നിർമ്മാണ സമയം മാത്രമല്ല, ദീർഘകാല അറ്റകുറ്റപ്പണി ആവശ്യങ്ങളും കുറയ്ക്കാൻ ഇത്തരം കാറ്റാടി യന്ത്രങ്ങളുടെ വിന്യാസം വഴിയൊരുക്കുന്നു. 2026 ആകുമ്പോഴേക്കും നിലവിൽ പരീക്ഷണത്തിനായി വിക്ഷേപിച്ചിരിക്കുന്ന ഹൈ ആൾട്ടിറ്റ്യൂഡ് ഫ്ലോട്ടിംഗ് വിൻഡ് ടർബൈന്റെ വാണിജ്യ മോഡലുകളുടെ ഉൽപാദനം ആരംഭിക്കാനാണ് കമ്പനി ലക്ഷ്യമിട്ടിരിക്കുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.